മരപ്പണിക്കാരന്റെ മകനായും ഭൂമിയിൽ തിരുപ്പിറവിയെടുത്ത യേശുനാഥന്റെ ദിവ്യരൂപം മരത്തിൽ കൊത്തിയെടുത്ത് പ്രശംസ നേടുകയാണ് കൊച്ചി മുണ്ടംവേലി സ്വദേശിയായ റാഫി. ദൈവിക പ്രഭ ഒട്ടും ചോരാതെ പ്രത്യേക വൈഭവത്തോടെയാണ് റാഫിയുടെ ശില്പനിർമ്മാണങ്ങൾ. മനസ്സിൽ നിന്നും മരത്തിലേക്ക് ദൈവപുത്രന്റെ തിരുവചനങ്ങൾ കൊത്തിയെടുക്കുന്ന പ്രശസ്ത ശില്പിയാണ് റാഫേൽ എന്ന റാഫി. കൊച്ചി മുണ്ടംവേലി സ്വദേശിയായ റാഫി ഇതിനകം 4000-ലധികം വിശുദ്ധ രൂപങ്ങളാണ് കൊത്തിയെടുത്തത്. റാഫിയുടെ വിശേഷങ്ങളാണ് ഇത്തവണത്തെ ചർച്ച് ബീറ്റ്സിൽ. ഉളിയും ചുറ്റികയും പിടിച്ച യൗസേ പിതാവിനൊപ്പം കൗമാരക്കാരനായ ക്രിസ്തുനാഥൻ മരപ്പണിശാലയിൽ അവരിൽ ഒരാളായി മാറിയപ്പോൾ ആ ഉളിയും ചുറ്റികയും പരസ്പരം പറഞ്ഞു കാണുമായിരിക്കും, ഇത് ഞങ്ങളുടെ രക്ഷകനും നാഥനുമാണെന്ന്. ഞങ്ങളിനി അനേകം ശില്പികളിലൂടെ അങ്ങയെ പ്രിയജനത്തിനു മുൻപിൽ അവതരിപ്പിക്കുമെന്ന്. ആ പരമാർത്ഥം നവോത്ഥാന കാലഘട്ടം മുതൽ ഇന്ന് കൊച്ചി മുണ്ടംവേലി സ്വദേശിയായ റാഫേൽ എന്ന റാഫിയിൽ വരെ ശില്പകലാമികവോടെ എത്തി നിൽക്കുകയാണ്. അതെ, ഈ കൊച്ചു മരപ്പണിശാലയിൽ ഈശോയുടെ തിരുവചനം കൊത്തിയെടുക്കുവാൻ റാഫിയും തിരക്കിലാണ്. റാഫി മരത്തടിയിൽ ആദ്യമായി ഒരു ക്രിസ്തുരൂപം കൊത്തിയെടുത്തത് 1/4 നൂറ്റാണ്ട് മുൻപാണ്. ഒരു ക്രൂശിത രൂപമായിരുന്നു അത്, മനസ്സിൽ നിന്ന് മായാത്ത രൂപം. പിന്നീട് ഒട്ടനവധി തവണ റാഫി മരത്തടിയിൽ അത് പുനഃസൃഷ്ടിച്ചു. ഇതിനകം ചെറുതും വലുതുമായി 4000-ഓളം ക്രിസ്തുരൂപങ്ങൾ നിർമ്മിച്ചു കഴിഞ്ഞു റാഫി. മറ്റൊരു സവിശേഷത 40ഓളം തിരുവത്താഴ ശില്പങ്ങളാണ്. എല്ലാം ഒന്നിനൊന്ന് വ്യത്യസ്തമായിരുന്നു. കാലം കടന്നുപോയപ്പോൾ ക്രിസ്തുവിനു വേണ്ടി ഉളിക്കും ചുറ്റികയ്ക്കും കൂട്ടായി കുമ്പിൾത്തടിയും ഒപ്പം ചേർന്നു. എല്ലാ വർഷവും ദുഃഖവെള്ളിയാഴ്ച ശില്പനിർമ്മാണം റാഫി നിർത്തിവെക്കും. ബാക്കി 364 ദിവസവും ജോലിയിൽ ലയിക്കും. 13-ാം വയസ്സിൽ മരപ്പണിക്കാരനായി ജോലി തുടങ്ങിയതാണ്. ഏതാനും വർഷങ്ങൾക്കു ശേഷമാണ് കൊത്തുപണിയിലേക്ക് പ്രവേശിക്കുന്നത്. കൊത്തുപണിയിൽ റാഫിക്ക് ആശാനുണ്ടായിരുന്നില്ല. മനസ്സിൽ തട്ടിയ ഒരു രൂപം ആദ്യം കൊത്തിയെടുത്തു. പിന്നീട് അങ്ങോട്ട് സംഭവിച്ചതെല്ലാം റാഫി തന്നെ പറയും. എൻ്റെ ചെറുപ്പകാലം മുതൽ ഞാൻ വിദ്യാഭ്യാസം തുടങ്ങിയ കാലത്തിൽ ഒരു 5-6 ക്ലാസ് വരെ ആയി കഴിഞ്ഞപ്പോൾ എനിക്ക് പെൻസിൽ ഡ്രോയിങ്, പെയിൻറ്റിങ് അതിലേക്ക് ഒരു ചെറിയ വാസനയിലുണ്ടായിരുന്നു. ഞാനത് ക്ലാസ്സിൽ ഓരോ കൊല്ലവും നമ്മൾ എക്സിബിഷനൊക്കെ വെക്കുമ്പോഴേക്കും നമ്മൾ ചെയ്യുമാറും. ചെയ്ത് എനിക്കതിൽ ഫസ്റ്റൊക്കെ തന്നെ കൂടുതൽ കിട്ടിയിരുന്നത്. ഞാൻ സ്വന്തമായിട്ട് തന്നെ മരത്തിൽ ഈ രൂപങ്ങളുടെയും ചെറിയ ചെറിയ മുന്തിരികൾ ഇതെല്ലാം സ്വന്തമായിട്ട് ഉളികൾ ഉണ്ടാക്കിയെടുത്തത്. അന്ന് എനിക്ക് ഉളികളൊന്നും അറിയില്ലായിരുന്നു. ഞാൻ ആ വലിയ ആണിയൊക്കെ അടിച്ച് പരത്തിയിട്ട് അതുകൊണ്ടിട്ട് ചെറിയ ചെറിയ ഉളികൾ ഉണ്ടാക്കിയിട്ട് അത് വെച്ചിട്ട് ആദ്യം ഞാൻ വർക്ക് സ്റ്റാർട്ട് ചെയ്ത് ഇങ്ങനെ ചെയ്ത് എൻ്റെ ആ ഒരു താല്പര്യം കൊണ്ടിട്ട് ഞാൻ മരത്തിൽ ചെയ്ത് തുടങ്ങി. പിന്നീട് അത് ചെയ്ത് തന്നെ അത് സക്സസ് ആയതാണ്. അങ്ങനെ മുന്തിരിവള്ളി ഡിസൈൻ വർക്ക് അങ്ങനെ ചെയ്ത് ഒരുവിധം നല്ല രീതിയിൽ വന്നു കഴിഞ്ഞപ്പോൾ എന്നെ സമീപിക്കാൻ വേണ്ടി ഒത്തിരി ആൾക്കാരുണ്ടായിരുന്നു. എനിക്കങ്ങനെ വർക്കുകൾ കിട്ടാൻ തുടങ്ങി. പിന്നെ അതിൽ നിന്ന് എനിക്ക് തോന്നിയത് ഇത് പോരാ, ഫിഗറിലേക്ക് മാറണമെന്ന് തോന്നി. ഞാൻ സ്വന്തമായിട്ട് തന്നെ ചെറിയ ചെറിയ രൂപങ്ങളൊക്കെ എല്ലാം വാങ്ങി അതുപോലെ വീട്ടിലിരുന്ന രൂപങ്ങൾ എടുത്ത് വെച്ചിട്ടും അത് നോക്കി ആ മരത്തിൽ കൃത്യമായിട്ട് മരത്തിൽ നോക്കി വരച്ച് അത് വെച്ച് പണിത് പഠിച്ചതാണ്. എൻ്റെ ഈ വർക്കിൽ എനിക്ക് ഗുരുവില്ല. എൻ്റെ ഗുരു എൻ്റെ ഈശോയാണ്. ഈശോ തന്നൊരു ദാനമാണ് ഇന്ന്. ഇപ്പം ഞാൻ ഇന്ന് എൻ്റെ ഒരു ഉപജീവന മാർഗമായിട്ട് ഇന്ന് ഞാൻ ഇത്രയും പരിധിയിലേക്ക് എത്തിച്ചതും എൻ്റെ ഈശോ തന്നെയാണ്. അപ്പം ഇന്നിപ്പോൾ ഒത്തിരി ആൾക്കാർ എന്നെ അന്വേഷിച്ച് വരുന്നുണ്ട്, പുറത്തുനിന്നവരൊക്കെ വരുന്നുണ്ട്. അപ്പോൾ അങ്ങനെയൊക്കെ കൊണ്ടുപോകാനുള്ളൊരു അനുഗ്രഹം എനിക്ക് ഈശോ തന്നെ തന്ന. എല്ലാം വ്യത്യസ്തങ്ങളായിട്ട് തന്നെ ആൾക്കാർ പറയുന്നത്. എൻ്റെ മനസ്സിൻ്റെ ആ ഒരു ആംഗലടി പോലെ എൻ്റെ മനസ്സിലുള്ളതാണ് ഞാൻ ചെയ്യുന്നത്. കേരളത്തിൽ ഒട്ടനവധി പള്ളികൾക്കു വേണ്ടി റാഫി ക്രിസ്തുരൂപങ്ങൾ നിർമ്മിച്ചു. ക്രിസ്തുവിന്റെ പീഡാനുഭവങ്ങളെ അടിസ്ഥാനമാക്കിയുള്ള ശില്പങ്ങളാണ് കൂടുതലും. അരൂർ സെന്റ് അഗസ്റ്റിൻ പള്ളിയിലും റാഫിയുടെ കരവേലകൾ തലയെടുപ്പോടെ സ്ഥാനം പിടിച്ചിട്ടുണ്ട്. ഒപ്പം നിരവധി വിശുദ്ധരുടെ രൂപങ്ങളും ബലിപീഠവും വായനാപീഠവും കാണാം.
കൊച്ചി രൂപതയിലെ ഏക പള്ളിയാണ് വിശുദ്ധ അഗസ്തീനോസിൻ്റെ നാമത്തിലുള്ള അരൂർ പള്ളി. ഒത്തിരിയേറെ രൂപങ്ങൾ ഈ പള്ളിയിൽ നമുക്ക് കാണാം. അതിൻ്റെ ശില്പി റാഫി എന്ന് പറയുന്ന സഹോദരനാണ്. എല്ലാ രൂപങ്ങളിലും നോക്കിയാൽ ഒരു പ്രത്യേക പ്രഭ അല്ലെങ്കിൽ പ്രത്യേക ചൈതന്യം നമുക്കവിടെ അനുഭവിക്കുവാൻ സാധിക്കും. ഈസ് എ ഗിഫ്റ്റഡ് ആർട്ടിസ്റ്റ്. വിശുദ്ധവാര തിരുക്കർമ്മങ്ങൾക്കുപയോഗിക്കുന്ന ക്രിസ്തുരൂപങ്ങളാണ് പള്ളികൾക്കു വേണ്ടി നിർമ്മിക്കുന്നത്. തങ്കിപ്പള്ളി ഉൾപ്പെടെ 78 പള്ളികൾക്കു വേണ്ടി ഇത്തരം രൂപങ്ങൾ നിർമ്മിച്ചതായി റാഫി പങ്കുവച്ചു. ഒപ്പം തന്റെ ശില്പകലാ ജീവിതത്തിലെ അവിസ്മരണീയ നിമിഷവും ഓർത്തെടുത്തു. തങ്കിപ്പള്ളിയിലെ രൂപം ഞാൻ ചെയ്യുന്നത് പഴയ രൂപത്തിന് ചെറിയ കേടുപാടുകൾ സംഭവിച്ചുകൊണ്ടിട്ട് അതേ രൂപം അതേ ഡിറ്റോയിട്ടിന് ചെയ്യണമെന്നും പറഞ്ഞ് അവിടുത്തെ പള്ളി വികാരി അന്ന് എൻ്റെ അടുത്ത് വന്നു. അങ്ങനെ ഞാൻ ആ രൂപം ഏറ്റെടുത്ത് ചെയ്യുന്നത് ഒരുപാട് പ്രാർത്ഥനയോടും സഹനത്തിലൂടെ ചെയ്തു. കാരണം നമ്മൾ ഈ യേശുവിൻ്റെ ഓരോ വശങ്ങൾ ചെയ്യുമ്പോഴും നമുക്ക് അതിൻ്റെതായിട്ടുള്ള അനുഭവങ്ങൾ നമ്മുടെ ശരീരത്തിൽ നമുക്ക് അതൊരു ഫീലായിട്ട് വരും. മുറിവുകൾ ഉണ്ടാക്കുമ്പോഴൊക്കെ ആണെങ്കിലും അടികൊണ്ട ഭാഗത്ത് നമ്മൾ ഉളി കൊണ്ട് കുത്തുമ്പോഴേക്കാണെങ്കിലും ഒരുപാട് സഹനത്തിലും. അപ്പം നമ്മൾ നോൻപെടുത്തിട്ടാണ് നമ്മൾ ആ രൂപങ്ങൾ ചെയ്യുന്നത്. അപ്പോൾ അത്രത്തോളം കഷ്ടപ്പെട്ട് ഞാൻ ആ രൂപം ഡിറ്റോയിട്ടിന് ചെയ്തു. പിന്നെ അച്ഛൻ പറഞ്ഞനുസരിച്ചിട്ട് അവർക്ക് ഇഷ്ടപ്പെട്ടു എന്ന് പറഞ്ഞപ്പോഴേക്കും എനിക്കത് വലിയ സന്തോഷമായിട്ട് തോന്നി. പിന്നെ എൻ്റെ ഈ 41 വർഷത്തെ എൻ്റെ ഈ കലാജീവിതത്തിൽ ഞാൻ അനുഭവിച്ചിട്ടുള്ള ഏറ്റവും വലിയൊരു അനുഭവമാണ് ഈ തങ്കിപ്പള്ളിയിലെ രൂപം. കാരണം അത്രത്തോളം സഹനം അനുഭവിച്ച് ചെയ്തൊരു രൂപം. ഇന്നും അതിനുള്ളൊരു മതിപ്പ് ആ പ്രദേശവാസികൾ എനിക്ക് തരുന്നുണ്ട്. അതൊക്കെയാണ് എൻ്റെ ജീവിതത്തിലെ ഏറ്റവും വലിയ സന്തോഷങ്ങൾ. ഈ രൂപം എൻ്റെ വർക്ക് കഴിഞ്ഞ് കഴിഞ്ഞിട്ട് അവിടെ നിന്ന് ആൾക്കാർ വന്നിട്ട് എൻ്റെ വർക്ക്ഷോപ്പിൽ ഒരു 3 മണിക്കൂറോളം പ്രാർത്ഥന ചൊല്ലി അവിടെ നിന്ന് വണ്ടിയിൽ കയറ്റി ബിഷപ്പ് ഹൗസിൽ കൊണ്ട് അന്ന് വെച്ച് കഴിഞ്ഞിട്ട് പിറ്റേ ദിവസം അവിടെ നിന്ന് ഉച്ചക്ക് 1 മണിക്ക് ബിഷപ്പ് വെഞ്ചരിച്ച് അവിടെ നിന്ന് കാൽനടയായിട്ടാണ് തങ്കി വരെ കൊണ്ടുപോയത്. കാൽനടയെന്ന് പറഞ്ഞാൽ കൊന്ത ചൊല്ലിക്കൊണ്ട് കാൽനടയായിട്ടാണ് അവിടത്തോളം കൊണ്ടുപോയത്. അപ്പോൾ അവിടെ ചെന്ന് ഈ രൂപം അലങ്കരിച്ച് വണ്ടിയിൽ അലങ്കരിച്ച് കൊണ്ടുവന്നേക്കുന്നത് ഭയങ്കര ആർഭാടം കേട്ടോ. അത്ര നല്ല ഭംഗിയായിട്ട് ഇവിടെ നിന്ന് ഇത്രയും ദൂരം കൊണ്ടുവരുന്നത് 10-17 കിലോമീറ്ററില്ലേ. ഇത്രയും ദൂരത്ത് നടന്ന് കൊണ്ടുപോകാന്ന് വെച്ചാൽ നിസ്സാര കാര്യമൊന്നുമില്ല. ഇത്രയും ജനങ്ങൾ നടക്കണ്ടേ. അവിടെ ചെന്നിറങ്ങിയപ്പോൾ രാത്രി 10 മണിയായി. ഉച്ചക്ക് 1 മണിക്ക് ഇവിടെ നിന്ന് ഇറങ്ങിയതാണ്. എന്നിട്ട് അവിടെ നിന്ന് കഴിഞ്ഞപ്പോഴേക്കും മുറ്റം മുഴുവൻ ജനങ്ങളിങ്ങനെ തിങ്ങി നിൽക്കുക ഈ രൂപം കാണാനായിട്ട്. അപ്പോൾ ഞാനും ഒരു സ്ഥലത്ത് ഇങ്ങനെ മൂലക്ക് ഞാൻ നിൽക്കുക. കാരണം ഞാൻ വണ്ടിക്കാണ് പോയത്. കാരണം എൻ്റെ ഒപ്പം നടന്നു പോകാൻ എന്നെ കൊണ്ട് സാധിച്ചില്ല. ഞാൻ എൻ്റെ ഒരു കൂട്ടുകാരൻ്റെ വണ്ടിക്കാർ പോയി. അപ്പോൾ അവിടെ ചെന്ന് രൂപം ഇറക്കിക്കഴിഞ്ഞപ്പോഴേക്കും അവിടത്തുള്ള ജനങ്ങൾ അപ്പാന്ന് പറഞ്ഞ് നെഞ്ചത്തടിച്ചിട്ട് ഇങ്ങനെ വന്ന് കരയണം. ആ രൂപം കാണാൻ വേണ്ടി എന്ത് തിരക്കാണ് ചൂടുന്നതെന്നറിയാം. അത്രത്തോളം അതായത് ആ തങ്കിയുടെ അവിടെ അപ്പനാണ് കിടക്കുന്നത്, ആ മരിച്ചു കിടക്കണമെന്നുള്ള ഒരു ഫീല് നമുക്കത് ഒരിക്കലും മറക്കാൻ കഴിയില്ല. അതുപോലത്തെ ഒരു അനുഭവം എൻ്റെ ഈ 41 വർഷം ഞാൻ ഈ കൊത്തുപണി ചെയ്തതെന്ന് പറഞ്ഞിട്ട് ഇതുപോലത്തെ ഒരു അനുഭവം എൻ്റെ ജീവിതത്തിലുണ്ടായിട്ടില്ല. മനസ്സിൽ തറയ്ക്കുന്ന വേറിട്ട രൂപഭാവങ്ങളാണ് ജീവൻ തുടിക്കുന്ന ക്രിസ്തുശില്പമൊരുക്കാൻ റാഫിയെ പ്രചോദിപ്പിക്കുന്നത്. ക്രിസ്തുശില്പങ്ങളുടെ നിർമ്മാണം ഈ കലാകാരനെ സംബന്ധിച്ച് മതിവരാത്ത ആവേശവും ധ്യാനവുമാണ്. ഈശോയ്ക്കൊപ്പമുള്ള ധ്യാനമാണ് റാഫിയുടെ ജീവൻ തുടിക്കുന്ന ഓരോ ശില്പങ്ങളും. ഇതുവരെ പിറവികൊണ്ട ഓരോ ശില്പങ്ങളും വിസ്മയങ്ങൾ തീർക്കുകയാണ്. ക്യാമറമാൻ അശ്വിനുമൊപ്പം റിജോ സേവ്യർ, ഷിഗ്യാന ന്യൂസ്, കൊച്ചി.